ഇപ്പോൾ സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു സാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹം ഇന്ന് ജനയുഗം പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം, അതായത് RSS നേതാവുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അതിർത്തി പരസ്യമാക്കി എന്ന രീതിയിലാണ് വാർത്ത വന്നത്. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രകാശ് ബാബു സാർ. ഏത് സാഹചര്യത്തിലാണ് സാർ ഇത്തരമൊരു ലേഖനം എഴുതാൻ തീരുമാനിച്ചത്? സന്ദർശന വിവരം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം അറിയിച്ചില്ല എന്ന കാര്യം അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നു. ജനയുഗം പത്രത്തിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. ജനയുഗത്തിൽ ഇത്തരമൊരു ലേഖനം എഴുതാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നാണ് നമ്മൾ ചോദിച്ചത്. അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടി ഈ MR അജിത് കുമാറിൻ്റെ വിസിറ്റിനെ കുറിച്ച് വിമർശിച്ചെഴുതിയിരിക്കുന്നു. ഇതിനു മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇതിനെ വിമർശിച്ചിരുന്നു. അപ്പോൾ CPI എടുത്തിരിക്കുന്ന നിലപാട് ഈ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തണം എന്ന് തന്നെയാണ്. സാർ, ഇങ്ങനെ ഒരു ലേഖനം സാർ ഈ സാഹചര്യത്തിൽ പ്രസിദ്ധപ്പെടുത്താൻ എന്ത് കാരണമാണ്? അല്ല, അതിന് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ അതിലൊരു കാരണവശാലും അത് നീട്ടിക്കൊണ്ട് പോകേണ്ടുന്നൊരു കാര്യമില്ല. ADGP RSSന്റെ നേതാക്കളെ സന്ദർശിക്കുകയും ഒരു സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നത് ഒരാവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ ലേഖനം അതിൽ കൂടി ഈ കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടോ നിങ്ങൾ ഉന്നയിച്ചോ? CPI ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ്. അല്ല, അവിടെ നിന്ന് അനുകൂലമായൊരു നിലപാട് കിട്ടിയിട്ടുണ്ടോ? മറുപടി കിട്ടിയിട്ടുണ്ടോ? അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനോ അന്വേഷണ റിപ്പോർട്ടിന്റെയോ സമയം കാത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അതുവരെ കാത്തിരിക്കാൻ CPI തയ്യാറല്ല എന്നാണോ പ്രകാശ് ബാബു സാർ പറയുന്നത്? ഇരിക്കേണ്ടത് ആവശ്യമില്ല, അത്രേ ഞാൻ പറഞ്ഞത്. അതിൽ അടിയന്തരമായി അപ്പോൾ ഇടതുപക്ഷ മുന്നണി എടുക്കേണ്ട തീരുമാനം എന്താണ്? അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണോ അങ്ങ് പറയുന്നത്? നോ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടുന്ന തീരുമാനമല്ല, അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനമാണ്. ലാൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരാവശ്യമാണ്. CPIയുടെ പൊതുവെയുള്ള ഒരു അഭിപ്രായമാണോ ഇത്, അതോ അങ്ങയുടെ പൊതുപ്രവർത്തനം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണോ? എല്ലാവരുടെയും അഭിപ്രായം, പൊതു അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. CPIയിൽ ഇത് പൊതുവായിട്ടൊരു ചർച്ച നടന്നിട്ടുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച്? അത് ഈ വിഷയം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ലീഡർഷിപ്പ് ചർച്ച ചെയ്തതാണ്. അതനുസരിച്ച് LDFന്റെ യോഗത്തിൽ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇത്തരം ഒരു മാറ്റി നിർത്തൽ ആവശ്യമില്ല എന്ന് ആഭ്യന്തര വകുപ്പിന് തോന്നുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തോന്നുകയാണെങ്കിൽ CPI എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇല്ലില്ല, അങ്ങനെ മുഖ്യമന്ത്രിക്കും തോന്നിയിട്ടില്ല, ആഭ്യന്തര വകുപ്പിനും തോന്നിയിട്ടില്ല. റിപ്പോർട്ട് വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളിത് വിടാതെ പിന്തുടരും എന്ന് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഞാനിവിടെ ക്ലാരിഫൈ ചെയ്ത് അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന കാര്യമല്ല ഇത്. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പൊ അടിയന്തരമായി മാറ്റി നിർത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിൽ തുടരാൻ പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് തുടരാൻ പാടില്ല. ഓക്കെ, താങ്ക് യു പ്രകാശ് ബാബു സാർ, താങ്ക് യു. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ആണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അടിയന്തരമായി ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് അദ്ദേഹം ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.